നിരവധിയുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യയുടെ അമേജിംഗ് ഗോസ്പൽ വോയിസ് മൂലമായി കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും, ദൈവമേ നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കാകെ നന്മകൾക്കാകെ സ്തോത്രം, ചെയ്ത എല്ലാ നിന്റെ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് രാവിലെ സമയത്ത് ഒരു മനുഷ്യനെ കാണുന്നതിന് മുന്നേ, ഒരു മനുഷ്യൻ്റെ മുഖത്തെ ഞങ്ങൾ കർത്താവേ മനുഷ്യരോട് സംസാരിക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാനും നിന്റെ പാദത്തിനോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ രാത്രികളെല്ലാം ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്ക് തന്നു. നിന്റെ പാദത്തിൽ വന്ന് ചെയ്ത നന്മകളെ ഓർക്കുവാനും നന്ദി പറയുവാനും അപ്പച്ചനെ സ്തുതിക്കുവാനും കർത്താവ് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നതിനായി സ്തോത്രം. ദൈവമേ, തുടർന്ന് ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ കാരുണ്യം, നിന്റെ കൃപ, നിന്റെ ദയവ്, കർത്താവ് നിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥനയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഒരുത്തരും തകരുവാൻ, നശിക്കുവാൻ, കരയുവാൻ, കർത്താവ് വിഷമിക്കുവാൻ, കണ്ണുനീർ കുടിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുതേ. എവിടുന്നും എനിക്കൊരു കരച്ചിലിൻ്റെ ശബ്ദമോ കർത്താവെ ഒരു ദുഃഖ ചെയ്തികളോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും കാക്കണമേ, സൂക്ഷിക്കണമേ, കണ്ണിൻ്റെ മണി പോലെ മറിക്കണമേ. അവരവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കട്ടെ പിച്ച. നിന്റെ കരം അവർക്ക് നീട്ടിയിരിക്കണമേ. അവർക്ക് ആശ്വാസം, സമാധാനം, സന്തോഷം, വിടുതൽ, ആരോഗ്യം, സൗഖ്യം, ദീർഘായുസ് എല്ലാം കർത്താവ് കൊടുത്ത് എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമെന്ന് അപ്പച്ചൻ്റെ പൊർപ്പാദത്തിൽ ഇരുന്ന് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്. ദൈവം അത് ചെയ്താട്ട് നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കാട്ട്. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനെ ബലപ്പെടുത്തണം. ഇത്രത്തോളം നീ തൊണ്ടയ്ക്ക് ബലം തന്നതിനായി സ്തോത്രം, ശരീരത്തിൽ ബലം തന്നതിനായി സ്തോത്രം. അനേക കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യവും ബലനും ദൈവ ശരീരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ കേൾപ്പിക്കുന്നു. അൻകാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുണ്യനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. നിശ്ചയമായി കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തടസ്സങ്ങൾ മാറുവാൻ ദൈവം എന്നെ സഹായിക്കണം. ഒരു തടസ്സം ഇരിക്കരുതേ. പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമില്ലാതെ പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബലനും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചാക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ സ്തോത്രം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1180 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനി ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തിന് കഴിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. മനുഷ്യന് കഴിയാത്തത് അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമാകാത്തത് ദൈവത്തിന് സാധ്യമാകും. ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും ലജ്ജിച്ചു പോയ ചരിത്രം ഈ വേദപുസ്തകത്തിലില്ല, ലോകത്തിലുമില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് പേടിക്കണ്ട, പതറണ്ട. കർത്താവ് നമ്മളെ നടത്തും. ഓക്കെ. ഈ പ്രാർത്ഥന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാൻ ദൈവം നമുക്ക് സഹായിച്ചു. അത് നിങ്ങൾക്ക് പ്രയോജനമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം വ്യക്തമായിട്ടൊരു വാർത്തയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ പറയുന്നത് മകളെ ഭയപ്പെടേണ്ട, ആകയാൽ മകളെ ഭയപ്പെടേണ്ട. അപ്പൊ എങ്ങനെ അവൾ വന്നിരിക്കുന്നത്? ഭയന്ന് വിറച്ച് അടുത്തവന്റെ വയലിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മായിയമ്മയുടെ വാക്ക് കേട്ട്, നിങ്ങൾ അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. അപ്പൊ അമ്മായിയമ്മയുടെ വാക്ക് കേട്ടാണ് ഇവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അടുത്തവന്റെ വയലിലോട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയാൽ ചീത്ത വിളിക്കുമോ, അടിക്കുമോ, അവൾക്ക് എന്തൊക്കെ സംഭവിക്കുമൊന്നും അറിയത്തില്ല. കൈകാല് വിറച്ച്, മുട്ടെല്ലാം വിറച്ച്, ഭയന്ന് നടുങ്ങിയാണ് അവൾ അങ്ങോട്ട് വന്നത്. ദൈവത്തിന് സ്തോത്രം. ஆனால் ഈ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഉത്തമ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ കയ്യിൽ വന്നു. എങ്ങനെ? അമ്മായിയമ്മയെ സ്നേഹിച്ചു. അമ്മായിയമ്മ പറഞ്ഞത് അവൾ കേട്ട് മറ്റോള് പോയതുപോലെ പോകാതെ. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്കറിയാം ഈ സർട്ടിഫിക്കറ്റിനുള്ള കാരണം. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, അതിന് അവൻ പറഞ്ഞത്, മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട. കാരണം ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതെ ഇരിക്കയാൽ ആദ്യത്തേതിൽ അധികം
ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റോള് 6 പുറകെ അവള് പോയി. ഇവളും അതുപോലെ പോകാം. അമ്മായിമ്മ പറഞ്ഞു കൊടുത്തു, പൊയ്ക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ധാരാളം എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഇനി അവനെ വളർത്തി നിങ്ങൾക്ക് ഞാൻ പുരുഷനായിട്ട് തരാൻ പറ്റും, ഭർത്താവായി തരാൻ പറ്റത്തില്ല. ഞാനും വയസ്സ് ചെന്നു, ഞാനും കിളവിയായി, എൻ്റെ അടുത്ത് ഒന്നുമില്ല. അവിടെ നിങ്ങൾ പൊയ്ക്കോ, ധാരാളം പൊയ്ക്കോ. ഇവള് മല്ല് പിടിച്ച് പോകാതെ, ചില അമ്മമാർ കടയ്ക്കെല്ലാം പോകുമ്പോൾ പിള്ളേർ കരഞ്ഞുകൊണ്ട് പുറകെ വരുന്നത് പോലെ ആ സാരിയുടെ തുമ്പെ പിടിച്ചോണ്ട്, ആ തുണിയുടെ തുമ്പെ പിടിച്ചോണ്ട് ഇവള് പുറകെ വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടല്ലോ 6-ാം വാക്യം, അമ്മായിമ്മ പറഞ്ഞതുപോലെ കളത്തിലോട്ട് പോയിരിക്കുക. വല്ലോന്റെയും കളത്തില് കതിര് പെറുക്കാൻ പോയിരിക്കുകയാണ്. അവൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പേടിച്ച് വിറച്ച് പോയപ്പോൾ അവൾക്ക് വന്ന് സർട്ടിഫിക്കറ്റ് കണ്ടോ 10-ാം വാക്യത്തിനകത്ത്. ദൈവത്തിന് സ്തോത്രം. അതിന് അവൻ പറഞ്ഞത്, മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. അപ്പം അപ്പനോ അമ്മയ്ക്കോ അമ്മായിപ്പനോ അമ്മായിയമ്മയ്ക്കോ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഈ ലോകത്തിൽ എവിടെങ്കിലും ഇങ്ങനെ ഒരു മരുമോളെ കാണാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് 1/2 പൈസയുടെ മര്യാദ ഈ കാലഘട്ടത്തിലിരിക്കുന്ന മരുമക്കൾ അമ്മായിമ്മമാർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ ഇവൾ ആ കാലഘട്ടത്തിൽ തട്ടിയെടുത്തു. അവള് ഭർത്താവില്ല, മരിച്ചോളാം, ധാരാളം ഒർത്തും കൂടെ പോകാം, കല്യാണം കഴിക്കാം, വ്യവസ്ഥയുണ്ട് വേദപുസ്തകത്ത്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതെയും വിട്ട് എൻ്റെ അമ്മായിയമ്മ എവിടെ പോകുന്നു, എവിടെ ജീവിക്കുന്നു, എവിടെ ചാകുന്നു, അവിടെ തന്നെ ഞാനും. ആ തീരുമാനത്തോടെ അവൾ വന്നപ്പോൾ ദൈവം അവളെ കണ്ടു. അതിന് അവൻ പറഞ്ഞത്, മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ആ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തേതിൽ അധിക ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്തൊരു സർട്ടിഫിക്കറ്റാണ് ഇത്! നമുക്ക് ലഭിക്കുമോ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ്? നമുക്ക് ലഭിക്കുമോ? എന്തൊരു വാക്കായി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നമ്മൾ എത്ര കാലങ്ങളായി ചില വിഷയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് മറുപടി വരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ലഭിക്കുന്നില്ല? എവിടാണ് അവിടെ കുറ്റം? എവിടാണ് വിഷയം? ഇവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടോ? ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല. ഞാനും ഒരു മനുഷ്യനാണ്. ഒരു ബലഹീന പാത്രം. ഞാനും ഈ ലോകത്തിലെ ജീവിക്കുന്നത്. അനേക കുറ്റങ്ങൾ കുറേകൾ എൻ്റെ ജീവിതത്തിൽ കാണാം. പക്ഷേ നമുക്ക് ഈ വാക്യം എന്തോ പഠിപ്പിക്കുന്നത്? ആ കൊച്ചിന്റെ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അവൾക്ക് പോകുന്നതിന് ഒരു കുറ്റമില്ല. ധാരാളമായിട്ട് ആരുടെ പുറകെ വേണേലും പോകാം. ആളുടെ പുറകെ അവൾ പോയില്ല. അമ്മായിമ്മയുടെ പുറകെ ഇറങ്ങി തിരിച്ചു. അമ്മായിമ്മയെ പോഷിപ്പിക്കാൻ വേണ്ടി, അമ്മായിമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി വല്ലോന്റെയും വയലിലേക്ക് പോയിരിക്കുക. അവിടെ പോയി ഇറങ്ങിയപ്പോൾ പേടിച്ചു വിറച്ചാണ്. അതുകൊണ്ടാണ് പറഞ്ഞ, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിന്റെ മുഖത്താണ് ഭയന്ന് നിങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട. അതെല്ലാം എടുത്ത് വലിച്ചങ്ങോട്ട് എറി. അവിടാണ് നിങ്ങൾക്ക് വിഷയമേ ഇരിക്കുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയത്തിന് മുഖത്ത് ഭയന്ന് പേടിച്ച് വിറച്ച് ഇരുന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ച് എന്തോ പുണ്യം എന്ന് ഞാൻ ചോദിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പേടിക്കരുത്, ധൈര്യമായിരിക്കുക. ഞാൻ നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് വിളിച്ച് പറയുന്നത്. ഒത്തിരി പേരുടെ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്, ഒരുപാട് പേരുടെ മെസ്സേജ്. ഇനി എങ്ങനെ പ്രാർത്ഥിക്കുക എനിക്കറിയത്തില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ലോകത്തിൽ ആരും ഇങ്ങനെ ചെയ്യത്തില്ല. അത് ഇരുന്നിനെ എടുത്ത് എനിക്ക് 1000 ജോലികൾ, കൺവെൻഷൻ, ഓടുന്ന ഭവനങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാം ഞാനും നോക്കണം. അതിൻ്റെ മധ്യേ ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് ഒരുക്കി ഫ്രീ ആയിട്ട് ഈ പ്രാർത്ഥന അയക്കുന്നത്. നിങ്ങളൊരു സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയോ നിങ്ങളുടെ പണത്തിന് വേണ്ടിയോ ഒന്നും ഈ പ്രാർത്ഥന അയക്കുന്നില്ല. ഒരു വലിയ കൂട്ടം ജനങ്ങളെ ചേർക്കാൻ ഈ പ്രാർത്ഥനയില്ല. ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, കണ്ണുനീരെ തുടയ്ക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇതൊരു മുറിവിനകത്തോട്ട് ഒഴിക്കുന്ന ഒരു സൊല്യൂഷനാണ്, ഒരു മരുന്നാണ്. ഇത് മുറിവിനകത്തോട്ട് ഒഴിക്കുന്ന അല്ലെ കീലയാത്തിൻ്റെ തൈലമാണിത്. വേറെ ഒന്നുമല്ല ഈ പ്രാർത്ഥന. നിങ്ങൾ നന്നായിരിക്കണം, നിങ്ങൾ സുഖമായിരിക്കണം, നിങ്ങൾ ആരോഗ്യമായിരിക്കണം, നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കണം. നിങ്ങളുടെ വിഷയത്തിലെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ മറുപടി കൊടുക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടണം, കാലുകുത്തി നിൽക്കണം. നിങ്ങൾ നശിച്ചു പോകരുത്, നിങ്ങളുടെ തലമുറകൾ നശിക്കരുത്, കുഞ്ഞുങ്ങൾ നശിക്കരുത്. നിങ്ങൾ കൈയൊട്ടിട്ടോടുന്നത് എല്ലാം അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. മനഃപൂർവ്വമായി ഈ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മറുപടി അതൊന്നെടുത്ത് വായിച്ചു നോക്കണം. അതിനകത്ത് എന്തുവാ ഇരിക്കുന്നത്? ആ വാക്ക് ആർക്ക് പറഞ്ഞതാ? ഏത് സിറ്റുവേഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിനു പറഞ്ഞു? ആ യോഗ്യത എനിക്കുണ്ടോ? ആ ഭാഗ്യം എനിക്ക് ലഭിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥന മറുപടി നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും പിന്നെയും ആവലാതി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനമില്ല. ഇവിടെ കർത്താവ് പറയുന്ന കണ്ടോ? ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. എന്തുകൊണ്ട് ചോദിച്ചാൽ നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ ജീവിതം എങ്ങനാ, നീ ആരാണ്, നീ ഒരു ഉത്തമി, നീ കറയില്ലാത്തോള്,
നീ ഒരു ഉത്തമി എന്നുള്ളത് എല്ലാവർക്കും അറിയാം മോളെ. നീ ഒന്നും പേടിക്കും. ഇവിടെ ഇപ്പോൾ മോളെന്ന് പറയുമ്പോൾ നിങ്ങൾ മോനായിരിക്കും, മോളായിരിക്കും. നമ്മുടെ ദൈവത്തിന് ആണ് പെണ്ണ് വ്യത്യാസമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തോട്ട് അങ്ങ് എടുത്താൽ മതി. മോനാണേ മോനായിട്ട് ഏറ്റെടുത്തു, മോളാണേ മോളായിട്ട് ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തെ തപച്ച തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ഈ 1180 ദിവസം നിന്റെ കുഞ്ഞുങ്ങളോടുകൂടി അല്പസമയം ചെലവിടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് തന്ന കൃപകൾക്കായി സ്തോത്രം. ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ ശരീരത്തിലും മറ്റു പല രീതിയിലും ഉണ്ട് കർത്താവേ. ദൈവമേ സ്തോത്രം. എല്ലാத்தைയും തരണം ചെയ്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയക്കുന്നത്. നിനക്ക് അറിയാമല്ലോ. അത് കണ്ട് പ്രാർത്ഥന നിർത്തുന്നില്ല, തടസ്സം ചെയ്യുന്നില്ല. അതെല്ലാം തരണം ചെയ്ത് ജയിച്ച് മറുപടി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു കൃപ തന്നല്ലോ. ഈ ആലോചന പകർന്നു കൊടുക്കുവാൻ ദൈവം ആലോചന തന്നല്ലോ. ഈ നല്ലൊരു വചനം ഞങ്ങൾക്ക് തന്നല്ലോ. ഈ രൂത്തിന്റെ ജീവിതത്തിൽ കണ്ട ആ ഗുഡ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കും വേണം. ഞങ്ങൾക്കും ആ സാക്ഷ്യമുള്ളൊരു ജീവിതം വേണം. ഞങ്ങളെയും കണ്ട് എല്ലാവരും അങ്ങനെ പറയണം. ഞങ്ങളെ കാണുന്നവർ പറയണം, നീ ഭയപ്പെടണ്ട, നിനക്ക് വേണ്ടിയതെല്ലാം തരാമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നീ ഞങ്ങളെ മാറ്റണം കർത്താവേ. കാലങ്ങളായി, വർഷങ്ങളായി, മാസങ്ങളായി പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. അവരുടെ അകത്തിരിക്കുന്ന പേടിയും ആ അവിശ്വാസവും ആ ബലഹീനങ്ങളും എല്ലാം ഒന്ന് മാറ്റണമേ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയും പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ദൈവമക്കളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ ഡ്യൂട്ടി, നിങ്ങൾ വിശ്വസിക്കണം. ഭയപ്പെടരുത്. വിശ്വസിക്കുന്നവൻ പതറത്തില്ല എന്നാണ് ബൈബിൾ പഠിക്കുന്നത്. നിങ്ങൾ പതറുന്നുണ്ട്, പതറരുത്. നിങ്ങൾ കരയരുത്, കരയേണ്ട ആവശ്യമില്ല. ദൈവം കരയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? ധൈര്യമരിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ അധൈര്യമായി നിങ്ങൾ കാണപ്പെടുന്നത്? ദൈവം കൂട്ടിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, മറക്കത്തില്ല, കൈവിടും. ദൈവമല്ലേ വാക്ക് കൊടുത്തിരിക്കുന്നത്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിനക്ക് മുന്നേ പോയി എല്ലാ തടസ്സങ്ങളെയും മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചെങ്കടലാണേലും ഞാൻ നിനക്ക് തുറന്നു തരാം. ഏത് തടസ്സങ്ങളും ഞാൻ നിനക്ക് മാറ്റിത്തരാന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനു പതറണം? എന്തിനു നമ്മൾ ഭയപ്പെടണം? എൻ്റെ ദൈവം കൂടെ ഉണ്ട്. രോഗമാണോ, കടമാണോ, പ്രയാസമാണോ, ജോലിയില്ലയോ, കുഞ്ഞുങ്ങളില്ലയോ, വീടില്ലയോ, എല്ലാവരും കൈവിട്ടോ, തനിച്ച് ഈ റൂത്ത് വെച്ചിനെ പോലെ അനാഥയായിട്ട് നിൽക്കുകയാണോ, ആരുടെ ആശ്രയില്ലേ, വീടില്ലേ, ഉടുക്കാൻ തുണിയില്ലേ, ആഹാരമില്ലേ, ഭയപ്പെടണ്ട. നിനക്ക് വേണ്ടിയതെല്ലാം തരുന്നൊരു ദൈവം, ഒരു നല്ല ബോവാസ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു വയല് നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ പതറരുത്, നിങ്ങൾ കരയരുത്. ദൈവം കൂട്ടിനുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ ദൈവത്തോടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവത്തോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവത്തോട് നിങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് എതിനുള്ള കാണുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും കർത്താവ് തുടർന്ന് പ്രവർത്തിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനുടനെ മറുപടി ലഭിക്കും. ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കും. ഒരു ദോഷവും നിങ്ങൾക്ക് തട്ടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങൾ വിശ്വസിക്കുക, കംപ്ലീറ്റ് അതങ്ങോട്ട് ഏറ്റെടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ മഹത്വം നമ്മൾ അനുഭവിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ സന്തോഷം, ഇവളിങ്ങനെ സ്വപ്നത്തിൽ കണ്ടോ? അതിൻ്റെ 6ാമത്തെ വാക്യം നമ്മൾ കണ്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. അമ്മായിമ്മ എന്താ പറഞ്ഞു? മോളെ പോ, അവിടെ വയലിനകത്ത് അവർ അറക്കുന്നുണ്ട്, കൊയ്യുന്നുണ്ട്, അതിൻ്റെ കതിരുവെല്ലാം താഴെ വീഴും, മക്കളത് പെറുക്കിക്കൊണ്ട് വന്ന് പറഞ്ഞല്ലേ അമ്മായിമ്മ വിട്ടത്. അതുപോലെ അനുസരിച്ച് പോയി ഒരു മരുമോള്. അങ്ങനെ അങ്ങോട്ട് അനുസരിച്ച് അമ്മായിയമ്മയുടെ വാക്ക് കേട്ട് അമ്മായിമ്മയുടെ പുറകെ തിരിച്ചിറങ്ങി വന്ന് അമ്മായിമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, അമ്മായിമ്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, അമ്മായിയമ്മയെ പുലർത്തുവാൻ, അമ്മായിമ്മയെ പോറ്റുവാൻ. അമ്മായിമ്മയ്ക്കൊരു ക്ഷീണം വരരുത്, അമ്മായിമ്മ ചത്തുപോകരുത്, അമ്മായിമ്മ പട്ടിണി കിടക്കരുത്, അമ്മായിമ്മ ആളുടെ വീട്ടിൽ പോയി അടിമ ജോലി ചെയ്യരുതെന്ന് പറഞ്ഞ് തന്നെ താൻ സമർപ്പിച്ചൊരു ഇളം പെണ്ണ്. ഇളം പ്രായത്തിൽ ഭർത്താവ് കൈവിട്ടു. ഇനി അവൾ ജീവിക്കേണ്ട കാലങ്ങളുണ്ട്, അവൾ അനുഭവിക്കേണ്ട സുഖങ്ങളുണ്ട്. എല്ലാത്തെയും തനക്ക് വേണ്ടാന്ന് വെറുത്തം കൊണ്ട് തള്ളിവിട്ട് അമ്മായിമ്മയ്ക്ക് വേണ്ടി ഒരുത്തി ഇറങ്ങി തിരിച്ചപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യമാണാൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക് എന്തുമാത്രം ഭാഗ്യമായിരിക്കും, എന്തുമാത്രം നന്മയായിരിക്കും എൻ്റെ കർത്താവ് കൊടുക്കും. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക്, ഇവൾ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ ആണ് ദൈവം അവൾക്ക് കരുതിയില്ലേ? അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക ദൈവദാസന്മാരെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി കരുതുന്നൊരു ദൈവം, നിങ്ങളുടെ ശുശ്രൂഷയിലെ, നിങ്ങളുടെ ശരീരത്തിലെ കാണുന്ന സകല പരാജയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂട്ടിനുണ്ട്. നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ പതറരുത്, നിങ്ങൾ നശിച്ചു പോകത്തില്ല, നിങ്ങൾ താലടിയായി പോകത്തില്ല. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ
മറക്കുകയില്ല. ഈ സാക്ഷ്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കൊച്ചിനടുത്ത് കിട്ടിയ സർട്ടിഫിക്കറ്റ് കണ്ടോ, അവൾ ആരുടെയും പുറകെ പോയില്ല, ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു, അമ്മായിമ്മയുടെ പുറകെ ഇറങ്ങി തിരിച്ചു. ദൈവത്തെ അവൾ സ്നേഹിച്ചു, ദൈവം അവളെ സ്നേഹിച്ചു, ദൈവത്തെ അവൾ മാനിച്ചു, ദൈവം അവളെ മാനിച്ചു. ദൈവം കതിര് പെറുക്കാൻ പോയവൾക്ക് ആ വയൽ സ്വന്തമാക്കി കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക, വിശ്വസിക്കുക. നിങ്ങളുടെ കണ്ണുനീരിനും പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും ബുദ്ധിമുട്ടിനും നിങ്ങൾ അനുഭവിച്ച സകല പങ്കപ്പാടിനും എൻ്റെ അപ്പച്ചൻ ഇന്ന് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോവുക. നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഏറ്റെടുക്കുക, വിശ്വസിക്കുക, പൂർണ്ണമായി ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നിങ്ങൾ കൈവിട്ട് പോകത്തില്ല. പ്രവചിച്ച് പറയുകയാണ്, ദൂത് പറയുകയാണ്, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങളുടെ തലമുറ നശിക്കത്തില്ല, നിങ്ങളുടെ ഭവനം നശിക്കത്തില്ല, നിങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടേത് നിങ്ങൾക്ക് തന്നെ കർത്താവ് നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ മാനിക്കും. അതാ ഇവിടെ പറയുന്നത്. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ എന്തുവാ ചോദിക്കുന്നത്, ഞാൻ ചെയ്തു തരാം. നീ അതിന് യോഗ്യമാണ്. കാരണം ഇവിടെ പറയുന്നത്, നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനം ആയ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. നീ ആരുടെയും പുറകെ പോകാതെ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത് ദൈവം നിന്നെ മാനിക്കുക, ദൈവം നിന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന, ഈ ആലോചന നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനമായി മാറും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന നിർത്തുന്നു. ദൈവം നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അപ്പവും വെള്ളവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭവനവും നിങ്ങൾ ചെയ്യുന്ന എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടം, അനുഗ്രഹത്തിൻ്റെ കലവറ നിങ്ങൾക്കൊന്ന് തുറക്കട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും. കർത്താവേ, സകല മഹത്വവും തിരുമേനിക്ക്, ഈ പ്രാർത്ഥന മൂലം ഉണ്ടാകുന്ന സകല നന്മയും തിരുമേനിക്ക് അടിമെ താഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ വാക്യങ്ങൾ തുടർന്ന് വായിക്കുക, വിശ്വസിക്കുക, ബലപ്പെടുക. ദൈവ സന്നിധാനത്തിൽ നിങ്ങൾ ക്ലിയർ ആകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ്.